അച്ഛനുമായിട്ട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു മാഷിന്. അപ്പോൾ അച്ഛനിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ചും അതുപോലെയുള്ള പോരാട്ട സമരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കവിതയിലൊക്കെ ആണെങ്കിൽ തന്നെയും വള്ളത്തോളിനെക്കുറിച്ചും അതുപോലെ ഈ ദൈവ ദശകത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പകർന്നു വന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അച്ഛനാണോ പകർന്നു വന്നത് അല്ലെങ്കിൽ അച്ഛൻ കവിത പരിചയപ്പെടും. അച്ഛൻ്റെ കവിത ചൊല്ലുമായിരുന്നു. ആണല്ലേ? അത് ആശാനും വള്ളത്തോളും ഉള്ളൂരിൻ്റെ ഒരൊറ്റ മതമാണ് ഉലകിനുയരാം അത് അക്കാലത്ത് തന്നെ പഠിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ ഭജനയുണ്ട് വൈകുന്നേരം എല്ലാ ദിവസവും സന്ധ്യാവേളയിൽ. അത് എപ്പോഴും ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകമാണ്. അതിന് രാമരാമായും ചൊല്ലും ചിലപ്പോൾ. രാമരാമ പാഹിമാം എന്നുള്ള ചിഹ്നമായിരുന്നു. ദൈവദശകം അച്ഛൻ അർത്ഥം പറഞ്ഞു തരും. പക്ഷെ അത് അന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഏകദേശ രൂപത്തിൽ എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാം അവസാനിക്കുന്നത് കുമാരനാശാൻ്റെ പ്രചോദനത്തിലെ അവസാന ശ്ലോകം. അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി എന്നാരംഭിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഒരു വർണ്ണനയുണ്ട്. അത് ഏകാന്താദ്വയ ശാന്തി ഭൂവിന് നമസ്കാരം നമസ്കാരമേ നടക്കും. എനിക്ക് തോന്നുന്നു അന്നത്തെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അച്ഛൻ, അമ്മ, അന്നുണ്ടായിരുന്ന സമൂഹത്തിലെ അടുപ്പമുള്ള മറ്റ് ജനങ്ങൾ, പിന്നെ ഗുരുവിനെ പോലെയുള്ള ആളുകളെല്ലാം കൂടി മാഷിന് ഈ ഒരു വലിയ ദർശനങ്ങളുടെ ഒരു വിത്ത് അന്നേ വളരെ കുഞ്ഞായിരുന്നപ്പോഴേ എത്തിയെന്ന് തോന്നുന്നു. ഞാനെന്നും ശ്രദ്ധിച്ചു പോകുന്ന ഒന്ന് ഈ മരണമാണ്. എപ്പോഴും മരണം അതെ എന്നെ ബാധിക്കും. അതൊരു ദുഃഖവും പിന്നെ ആലോചിക്കുന്ന ഒരവസ്ഥയും അതിൽ നിന്നുണ്ടാകും. എന്താണ് ആലോചിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു പശു മരിച്ചപ്പോഴാണ് ആദ്യം അത് കാണുന്നത്. ഞങ്ങൾക്കൊരു ആലമ്പൊരു പശു ഉണ്ടായിരുന്നു. അത് പുല്ലിൽ നിന്നിടയ്ക്ക് പെട്ടെന്ന് ഓടി വന്ന് വീടിൻ്റെ കുളത്തിനടിയിൽ കിടന്ന് മരിച്ചു. അമ്മ കരഞ്ഞു ആദ്യം. ഞാൻ മാത്രമേ കൂടെ കരഞ്ഞുള്ളൂ. അത് എപ്പോഴും എൻ്റെ വേദന. അതുപോലെ അടുത്ത വീടുകളിലുള്ളവർ അന്ന് ഈ ജാതി വ്യത്യാസം ഉണ്ടല്ലോ. അതെ അതെ. ദലിത് ഒരു വിഭാഗത്തിൽ ഒരു കൃഷ്ണൻ മരിച്ചു. കൃഷ്ണൻ എന്നാണ് പേര്. അവിടെ ആ വീട്ടിൽ ചെന്ന് കണ്ടയാൾ ഞാൻ മാത്രമാണ്. അച്ഛൻ അനുവദിച്ചു, പോയി കാണാൻ പറഞ്ഞു. എനിക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ മരണവും എന്നെ വളരെ ആലോചിപ്പിച്ചു. ആ മരണം അച്ഛനും പെട്ടെന്ന് മരിക്കും പിന്നീട്.